യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. അമ്മേ, എനിക്ക് ഉറക്കം വരുന്നുണ്ട്. ദർശനെ പോവാം. അപ്പൊ ഞാൻ ഇതുവരെ പറഞ്ഞതൊന്നും മോന് മനസ്സിലായില്ല? അമ്മ പറഞ്ഞതെല്ലാം എനിക്ക് മനസ്സിലായി. എനിക്ക് പഠിപ്പില്ലെന്നേ ഉള്ളൂ, പക്ഷെ ഭയങ്കര ബുദ്ധിയാ. സമയം ഒരുപാടായി, അമ്മ കിടന്ന് ഉറങ്ങിക്കോ. അമ്മയ്ക്ക് ഈ പ്രായത്തിലേ നല്ല ഉറക്കം വേണം, ഇല്ലെങ്കിൽ അസുഖങ്ങളൊക്കെ വരും. എന്റെ അമ്മ അസുഖങ്ങളൊന്നും ഇല്ലാതെ എപ്പോഴും ഇങ്ങനെ സുന്ദരിയായിട്ടിരിക്കണമെന്നാ എന്റെ ആഗ്രഹം. അതുകൊണ്ട് അമ്മ സുഖമായിട്ട് കിടന്ന് ഉറങ്ങിക്കോ. എല്ലാം ശരിയാവും, നമുക്ക് ശരിയാക്കാം. ദർശനെ, എനിക്ക് കുടിക്കാനുള്ള പാലെടുത്തോണ്ട് വരണേ. ശരി. ഇവൻ എന്താ മോളെ ഇങ്ങനെ മാറിയത്? അതാ എനിക്കും അറിയാത്തതമ്മേ. എന്നോട് പറയാത്ത കാര്യങ്ങളാ ഇതൊക്കെ. രൂപേഷേട്ടനെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കിക്കോളാം. അമ്മ വിചാരിക്കുന്ന പോലെ തന്നെ കാര്യങ്ങൾ നടക്കും. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ഇവനിതെന്തു പറ്റി? രൂപേഷേട്ടാ, രൂപേഷേട്ടാ, ഇത് കൊള്ളാലോ. എന്നോട് ഹാഫ് സാരി ഒക്കെ ഉടുത്ത് വാ എന്ന് പറഞ്ഞിട്ട് ആള് കിടന്ന് ഉറങ്ങുകയാണോ? രൂപേഷേട്ടാ, രൂപേഷേട്ടാ, ആരാ ഇത്? കാവിലെ ഭഗവതി പ്രത്യക്ഷപ്പെട്ടതോ അതോ? രൂപേഷേട്ടാ, വേണ്ട, കളിയാക്കണ്ട. അയ്യോ, കളിയാക്കിയതല്ല ദർശനെ. ഇത്രയും സുന്ദരിയായൊരു പെണ്ണ് ഈ ലോകത്ത് എനിക്ക് വേണ്ടി കാത്തിരുന്നല്ലോ എന്ന് ആലോചിക്കുമ്പോ എനിക്ക് ആശ്ചര്യം തോന്നിയതാ. മുത്തശ്ശി പറയാറുണ്ട്, കഴിഞ്ഞ ജന്മത്തില് നമുക്ക് പ്രിയപ്പെട്ടവരെ ഈ ജന്മത്തിലും എവിടെയെങ്കിലും വെച്ച് കണ്ടുമുട്ടുമെന്ന്. പക്ഷേ എനിക്ക് സ്വന്തമായിട്ട് കിട്ടി. ഇനിയൊരു ജന്മം ഉണ്ടെങ്കിൽ എനിക്ക് ദർശനെ വേണം. എന്നെ രൂപേഷേട്ടന് അത്രയ്ക്ക് ഇഷ്ടമാണോ? എത്രയെന്ന് പറയാൻ കഴിയാത്ത അത്ര ഇഷ്ടം. അതൊരു ഒരു കാക്കത്തുള്ളായിരം ഇഷ്ടം. കാക്കത്തുള്ളായിരം ഇഷ്ടോ? അതില് കൂടുതൽ ഇഷ്ടമൊന്നും ആർക്കും കാണില്ലല്ലോ. എന്റെ കൈകൾ കൊണ്ട് ദർശനെ ഇങ്ങനെ ഇറുക്കെ കെട്ടിപ്പിടിക്കണം, എന്റെ കൊതി തീരും വരെ. അത് എന്നുവരെ രൂപേഷേട്ടാ? അതോ, അത് എന്റെ ഈ ഹൃദയം നിലയ്ക്കും വരെ. അത് കൊള്ളാലോ. കവിത പോലെയുണ്ട് രൂപേഷേട്ടന്റെ വാക്കുകള്. കവിത മാത്രമല്ല, ഡാൻസും ഉണ്ട്. കാണണോ? എന്താ സംശയമുണ്ടോ?
ഇപ്പൊ കാണിച്ചു തരാം. കിളിപാടുന്ന പാട്ടിന്റെ കാതിൽ കളിയോതുന്ന നിൻ വാക്കുപോലെ അതിലോലം അനുരാഗം തേന്മാരിയ പമഗരി സരിതി ലാ 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 ലാ. രൂപേഷേട്ടാ, 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 എന്താ ഇത്? രൂപേഷേട്ടാ, അയ്യോ, ചായ, രൂപേഷേട്ടാ, ചായ. അമ്മേ. ഈ സ്വപ്നായിരുന്നോ? കാല് പൊള്ളി. ദർശനേ, ഈ രാവിലെ കാണുന്ന സ്വപ്നം വലിക്കുന്നതാണല്ലേ? ആട്ടെ, എന്റെ കെട്ടിയോനെ എന്ത് സ്വപ്നാ കണ്ടത്? അതോ, അത് ഞാനെന്റെ ദർശനയെ ഇങ്ങനെ ഇങ്ങനെ നമ്മൾ രണ്ടുപേരും കൂടി ഇങ്ങനെ ഡാൻസ് ഒക്കെ കളിച്ചിട്ട് എന്നിട്ട് ഇങ്ങനെ അമ്മ, ഞാൻ പോയി വേറെ ചായ എടുത്തോണ്ട് വരാം. അല്ല ആന്റി, ആന്റിക്ക് എന്തു തോന്നുന്നു? ഗിരിജാന്റിക്ക് സത്യത്തില് വട്ടുണ്ടോ? അതെന്താ നീ എന്നോട് അങ്ങനെ ചോദിച്ചത്? അല്ല, വേറൊന്നും കൊണ്ടല്ല. എത്ര അങ്ങോട്ട് കൂട്ടിയും കുറച്ചു നോക്കിയിട്ടും കാര്യങ്ങളൊന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല. ശരിയായ വട്ടായിരിക്കും. അതല്ല, ശരിയായ വട്ടല്ല. ഗിരിജാന്റി വെറുതെ അഭിനയിക്കുന്ന വട്ടാണെങ്കി ആന്റി ഒന്ന് സൂക്ഷിക്കണം. അതെന്താടി നീ അങ്ങനെ പറഞ്ഞത്? ഞാനും ആന്റിയും ഗിരിജാന്റിയും ശ്രേയയും ഒക്കെ പല കാര്യത്തിലും ഒരുമിച്ച് നിൽക്കുന്നവരല്ലേ? എന്നിട്ടും രഞ്ജിനി ആന്റിയുടെ കാലില് ചൂടുവെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അത് ഉള്ളിലുള്ള പകയുടേതാ. പ്രതികാരം ചെയ്യാൻ ഒരു അവസരം കിട്ടിയപ്പോ അതങ്ങ് ചെയ്തു. ഒരുപക്ഷെ അസുഖത്തിൻ്റെതായാലും ഒന്ന് പേടിച്ചേ പറ്റൂ. കാരണം ഇനി വരുമ്പോഴും ഉറപ്പായിട്ടും ഇതുപോലെ ചെയ്തൊന്ന് വരും. ഇന്നിപ്പോ ചൂടുവെള്ളാണെങ്കി നാളെ അത് ആസിഡായി കൂടുന്നില്ലല്ലോ. നീ എന്താടി രാവിലെ എന്നെ ഒന്ന് പേടിപ്പിക്കാണോ? ചിലപ്പോ എന്നെ മാത്രം ഉപദ്രവിക്കാതിരുന്ന ആളുകൾ സംശയിക്കുന്ന കരുതി ചെയ്യുന്നതാണെങ്കിലോ? അങ്ങനെ ഒരു ചിന്ത ആയിക്കൂടെ? അല്ല, അങ്ങനെ ഒരു സാധ്യത കാണുന്നുണ്ട്. പക്ഷേ ഇനി പറഞ്ഞിട്ടാണെങ്കിലും അറിയാതെ ആണെങ്കിലും എന്തേലും വലിയ അപകടം സംഭവിച്ചിട്ട് ഇല്ല നാടകമാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അവനവൻ സൂക്ഷിക്കേണ്ടത് അവനവൻ സൂക്ഷിച്ചാ കൊള്ളാം. ഏതായാലും ഗിരിജാന്റിയുടെ ഹാലിളക്കത്തിന് ശേഷം ഈ മരുവത്തൂരൊന്ന് ഒതുങ്ങിയിട്ടുണ്ട്. ആ ദർശനയുടെ സുധർമാന്റിക്ക് പേടി കാരണം ഇപ്പൊ ഉറക്കം പോലും ഇല്ലെന്നാ പറയുന്നത്. അതെനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു. ഗിരിജാന്റി,
ഈ ഭ്രാന്തിനിടയിൽ ഒരു കാര്യം ചെയ്തിരുന്നെങ്കിൽ നന്നായിരുന്നു. ആ വിൽപ്പത്രം ഉണ്ടല്ലോ,